ഞാൻ കരഞ്ഞിട്ട് കൊല്ലങ്ങളായിട്ട്. ഞാൻ കരഞ്ഞിട്ട് കൊല്ലങ്ങളായി. എനിക്ക് കരയാൻ പറ്റണില്ല. പലരും ഇങ്ങനെ പറഞ്ഞേക്കും, ആണായിട്ട് ജനിച്ചാൽ നല്ല സുഖമായിരുന്നു എന്നുള്ളത്. അങ്ങനെയാണോ ശരിക്കും? നമ്മളെ ഈ സോഷ്യൽ കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും എൻ്റെ അടുത്ത് ചില ആൾക്കാർ വന്നിട്ട് പറയും, ഞാൻ കരഞ്ഞിട്ട് കൊല്ലങ്ങളായിട്ട്. ഞാൻ കരഞ്ഞിട്ട് കൊല്ലങ്ങളായി. എനിക്ക് കരയാൻ പറ്റണില്ല. കാരണം ഞാൻ ആണാകുമ്പോൾ കരയാൻ പാടില്ലല്ലോ. അത് ആരൊക്കെയോ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്, ആണാകുമ്പോൾ കരയാൻ പാടില്ല. എന്നിട്ട് ഇവരിതിങ്ങനെ ഉള്ളിൽ പേറി 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 ഒരു പൊട്ടിത്തെറിക്കും. ആ പൊട്ടിത്തെറിക്കുമ്പം അവന് ദേഷ്യക്കാരൻ എന്നുള്ള പേര് വരും, അഹങ്കാരി എന്നുള്ള പേരും, ഇങ്ങനെ കുറേ പേരുകൾ അവന് വരും. പലപ്പോഴും ഒരു സമയത്ത് കരയാൻ പറ്റാതാവുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. കാർമേഘങ്ങൾ പോലെ. കാർമേഘങ്ങൾ ഇങ്ങനെ മൂടിക്കെട്ടി നിന്ന് അത് പെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പിന്നെ വാനം തെളിയുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ലേ. ഇതുപോലെയാണ് മനുഷ്യന്മാർക്കൊന്ന് കരയേണ്ട സമയത്ത് നല്ല രൂപത്തിൽ കരയാൻ സാധിക്കണം. പല ആണുങ്ങളും സ്ട്രഗിൾ ചെയ്യുന്നൊരു കാര്യം കരയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് ആണുങ്ങളോടാണ് പറയാനുള്ളത്, മനുഷ്യന്മാരെ നിങ്ങൾ കരയാൻ തോന്നുന്ന സമയം കരയണം. കാരണം നിങ്ങൾക്ക് വേണ്ടി കരയാൻ വേറെ ആരും ഉണ്ടാവില്ല. നിങ്ങളത് ഉള്ളിലുള്ളത് ഇറക്കി വെക്കുന്ന ഏറ്റവും ഭാരം ഇറക്കി വെക്കാൻ നല്ല കാര്യം കരച്ചിലാണെങ്കിൽ നിങ്ങളത് കരഞ്ഞ് തീർത്തിരിക്കണം. ആണാവുക എന്നുള്ള അത്ര എളുപ്പമൊന്നുമല്ല, പെണ്ണാവുക എന്നുള്ളത് എളുപ്പമല്ല. ആണിനും മൂഡ് സ്വിങ്സ് ഉണ്ട്, പെണ്ണിനും മൂഡ് സ്വിങ്സ് ഉണ്ട്. പരസ്പരം മനസ്സിലാക്കുക. ലോകത്ത് ആരും ആവുക എന്നുള്ളത് എളുപ്പമല്ല, ആരാവുക എന്നുള്ളത് എളുപ്പമല്ല. ഓക്കെ.